മിഥുനയുടെ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ പ്രചരിച്ചിട്ടുണ്ട്. വീട്ടുതടങ്കലിലാണെന്ന് പറഞ്ഞിട്ട് CPM നേതാവിന്റെ മകളാണ്. CPM എന്ന് പറഞ്ഞാൽ പുരോഗമനവാദികളും, അവർക്ക് ജാതിയില്ല, മതങ്ങളില്ല, സമത്വമാണ് എല്ലായിടത്തും, എല്ലാത്തിനും സ്വാതന്ത്ര്യം, അവർ അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന കുടുംബമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രചരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെതിരെ കുറെ ക്യാപ്സ്യൂളുകളുമായി സൈബർ സഹാക്കന്മാരെ രംഗത്തെത്തുന്നു. കാര്യം അറിയാതെയാണ് ആൾക്കാർ പ്രചരിക്കുന്നത്. ഈ വീഡിയോയെ കൊണ്ട് CPM-നെതിരെ പ്രചാരണം നടത്തുന്നതെന്ന് പറയുന്നത്. എന്ത് കാര്യം അറിയാനാണ്? ഒരു പെൺകുട്ടി നേരിട്ട് വന്നിരുന്ന് അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു അന്യമതസ്ഥനായ ഒരു യുവാവുമായി ആ പെൺകുട്ടി പ്രമേയത്തിലാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഈ CPM-കാരനായ അച്ഛൻ, നേതാവായ അച്ഛൻ അവിടെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു. പണ്ടത്തെ കാലമല്ല, പണ്ട് CPM എന്ന് പറയുന്നത് എന്ത് അക്രമം കാണിച്ചാൽ പുറത്തു വരാതെ കൊണ്ടുപോകാൻ അവർക്കറിയാം. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമായ സ്ഥിതിക്ക് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണെന്നുള്ളത് ഈ മണ്ടന്മാരൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ മറ്റൊരിടത്ത് ഒരു യുവാവ്, ഒരു CPM-കാരന്റെ മകനാണെന്ന് തോന്നുന്നു, മുസ്ലിം പെൺകുട്ടിയെ വിവാഹം ചെയ്തപ്പോൾ ഇവർ ഏറെ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് തമ്മിലൊരു പരസ്പര വിരുദ്ധതയല്ലേ തോന്നുന്നത്? ഈ പറയുന്ന പെൺകുട്ടിയുടെ ആ വിഷയം നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ലയായ കാസർഗോഡ് ഉദുമയിലാണ്. ഉദുമ ഏരിയ കമ്മിറ്റി അംഗമായ PV ഭാസ്കരൻ, അദ്ദേഹത്തിന്റെ മകൾ സംഗീത എന്ന കുട്ടിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നത്. വലിയ ഞെട്ടലാണ് കേരളം. കാരണം അതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ആ പെൺകുട്ടി തന്റെ CPM നേതാവായ പിതാവിനെതിരെയും കുടുംബത്തിനെതിരെയും ഒക്കെ തന്നെ നടത്തുന്നത്. ആ പെൺകുട്ടി ഒരു ആക്സിഡന്റ് പറ്റി അരയ്ക്ക് താഴ്വശം തളർന്ന് കിടപ്പിലാണ്. ഏറെ നാളായിട്ട് കിടപ്പിലാണ്. പെൺകുട്ടി നേരത്തെ ഒരു വിവാഹം കഴിഞ്ഞ് വിവാഹമോചിതയുമാണ്. അപ്പോൾ അതുവഴി എന്തൊക്കെയോ കുറെ കാശ്, ഒരു തുക കുട്ടി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഈ കുടുംബം തട്ടിയെടുത്തു, അച്ഛനും സഹോദരനും ചേർന്ന് തട്ടിയെടുത്തു എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ആ വീഡിയോക്കകത്തത് നമുക്ക് കേൾക്കാം. അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി പിന്നീട് ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു യുവാവുമായിട്ട് പ്രണയത്തിലാകുന്നു. ആ പ്രണയം വീട്ടുകാരറിയുന്നു. അപ്പോൾ ഇവരുടെ പിതാവിന്റെ ഒരു തനി സ്വഭാവം പുറത്തു വരുന്നു. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസം ഒക്കെ വീടിന് പുറത്ത് മതി, അകത്തേക്ക് കമ്മ്യൂണിസമോ സോഷ്യലിസമോ സെക്യുലറിസമോ ഒന്നും എടുക്കണ്ട, അതൊക്കെ വീടിന് പുറത്തങ്ങ് വെച്ചാൽ മതി, രാഷ്ട്രീയത്തിനകത്ത് മതി, അതൊക്കെ വീട്ടിനകത്ത് വേണ്ട, ഇത് നടത്തി തരത്തില്ല, താൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ഇതിനുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താൻ അതായത് കൊലപ്പെടുത്താൻ വരുത്താൻ മടിക്കില്ല, അതിൽ നിന്നൊക്കെ തനിക്ക് ഊരിപ്പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഈ പെൺകുട്ടി ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാ മാധ്യമങ്ങളും അതിപ്പോൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ ഇത്തരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലും അദ്ദേഹം പാർട്ടിക്കാരനാണല്ലോ, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ പോലീസ് കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും നടത്തിയില്ല. കോടതിയിൽ ഈ വിഷയങ്ങളൊക്കെ എത്തിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നിയമപരമായിട്ടുള്ള വിഷയമല്ല അതിനകത്തെ ഒരു പ്രസക്തമായ കാര്യം നിലവിലുള്ളത്. മറിച്ച് ഈ വിഷയത്തിൽ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു പാർട്ടി നേതാവ് കൂടിയാണല്ലോ അദ്ദേഹം. ഒരു ഇതര മതസ്ഥനായ ഒരാളെ തന്റെ മകൾ കല്യാണം കഴിക്കണം, പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ. ആ യുവാവ് കോടതിയിലൊക്കെ ഈ കേസ് വന്നപ്പോൾ താൻ പെൺകുട്ടിയെ നോക്കാൻ തയ്യാറാണ്, തനിക്ക് നല്ല വരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. കോടതിയിലൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ട, ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യപ്പെട്ട രണ്ടുപേരെ അത് അവർ അംഗീകരിക്കുന്നില്ല. അതിന്റെ പേരിൽ ഈ പെൺകുട്ടിക്ക് പീഡനം നേരിടേണ്ടി വരുന്നു എന്നതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ്, അധികം ദിവസമൊന്നും ആയിട്ടില്ല, കഴിഞ്ഞ ആഴ്ച പോലും ആയിട്ടില്ല, 2-3 ദിവസമേ ആയിട്ടുള്ളൂ, സമാനമായ രീതിയിൽ കേരളത്തിന്റെ തെക്കേറ്റത്തെ ജില്ലയായ തിരുവനന്തപുരത്തെ CPM-ന്റെ വനിതാ നേതാക്കളുടെ ഒരാളായ CPM-ന്റെ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി അംഗവും ഒക്കെ ആയിട്ടുള്ള സഖാവ് പുഷ്പലതയുടെ മകന്റെ വിവാഹം കഴിഞ്ഞു. മകൻ വിവാഹം കഴിച്ചത് ഒരു ഡോക്ടറായിട്ടുള്ള ഒരു മുസ്ലിം യുവതിയെയാണ്. അഫീഫ അമൽ എന്നാണ് യുവാവിന്റെ പേര്. അവർ തമ്മിൽ വിവാഹം കഴിച്ചു. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ചടങ്ങായിരുന്നു. അതിൽ പറയുന്ന പോലെ കേരളത്തിലെ എല്ലാ സഖാക്കളും അണികളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എടുത്തിട്ട് റീലാക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ്. ഇത് കണ്ടില്ലേ, ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന, അതിന് തൊട്ടു മുമ്പാണല്ലോ ഈ പറയുന്ന പോലെ മറ്റേ നമ്മുടെ പള്ളൂരത്തിലെ വിഷയമൊക്കെ നടക്കുന്നത്. മമതറി പൂപ്പൻ നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥിയെ ചേർത്ത് പിടിച്ച കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ സഖാവ് പുഷ്പലതയുടെ മകന്റെ വിവാഹം, ആ ഒരു ഇതര മതത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചതൊക്കെ തന്നെ തങ്ങളുടെ മതേതരത്വം അല്ലെങ്കിൽ ആ ഒരു മതമോ ജാതിയോ ഒന്നും തങ്ങൾക്കില്ല എന്ന് പറയുന്നവരുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിനെ കൂടുതൽ അന്വർത്ഥമാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കപ്പെട്ട ഒരു സംഭവമാണ്. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന പോലെ കാസർഗോഡിൽ നിന്നും സമാനമായ രീതിയിൽ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതിന് നേർ വിപരീതമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു സ്ഥലത്ത് CPM-ന്റെ ഇത്തരത്തിലുള്ള എന്താ പറയുക വിവാഹങ്ങളെയൊക്കെ പിന്തുണയ്ക്കുമ്പോൾ മറുവശത്ത് CPM നേതാവായ ഒരു പിതാവ് സ്വന്തം മകൾ അത്തരത്തിൽ എന്താ പറയുക തളർന്നു കിടക്കുന്ന ഒരു മകളാണ്, ദുരിതം അനുഭവിക്കുന്ന ഒരു മകളാണ്, മറ്റൊരാളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അനുവദിക്കത്തില്ല, താൻ കൊന്നുകളയും എന്നൊക്കെ പറയുന്ന ഭീഷണിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പാർട്ടിയുടെ
രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടിക്ക് തിരിച്ചു പറയാം, അച്ഛന്റെ ഗുണ്ടായിസം എല്ലാം പാർട്ടി പ്രവർത്തനത്തിൽ മതി, വീട്ടിൽ ഗുണ്ടായിസം വേണ്ടെന്ന് പറയാനുള്ള അവകാശം ആ പെൺകുട്ടിക്കും ഉണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഈ മതേതരത്വവും സോഷ്യലിസവും ഇതെല്ലാം ഇവർക്ക് പുസ്തകത്തിലും പ്രസംഗത്തിലും മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രാവർത്തികമാക്കാൻ ആരും ഇവർ മാനസികമായി വളർന്നിട്ടില്ല. മാത്രമല്ല അമ്പലത്തിൽ പോകാൻ പാടില്ല, ദൈവമില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നേതാക്കന്മാർ പറയുകയും പാവപ്പെട്ട അണികൾ ഇത് കേട്ടിട്ട് അവർക്കുള്ള വിശ്വാസത്തിനെല്ലാം പൊതിഞ്ഞു കെട്ടി വെച്ചിട്ട് ഇരിക്കും. പക്ഷെ നേതാക്കന്മാരുടെ മക്കള് തമിഴ്നാട്ടിലും മറ്റുമുള്ള അമ്പലങ്ങളിൽ പോയി ശത്രു സംഹാര പൂജ നടത്തും. പിന്നെ വലിയ വലിയ നേതാക്കന്മാർ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഈ വിശ്വാസത്തെ ഉപയോഗിക്കുകയും വലിയൊരു നേതാവിന്റെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ മരണാനന്തര കർമ്മങ്ങൾ ചിതാഭസ്മം ഒഴുക്കുക എന്നുള്ള അന്ധവിശ്വാസങ്ങളെല്ലാം അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊന്നും അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ദേവസ്വം മന്ത്രി വാസവൻ ശബരിമലയിൽ പോയ കൈ ഇങ്ങനെ വയറിന് താങ്ങി നിൽക്കുകയുള്ളൂ. ഈ തൊഴുക കോപ്പ് കൈ എന്താണ്? നമ്മൾ പരസ്പരം ബഹുമാനിക്കാൻ വേണ്ടി നമ്മൾ പരസ്പരം കാണുമ്പോൾ ഒന്ന് നമസ്കാരം പറയാതെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അല്ലാതെ അവിടെ ഇരിക്കുന്ന കല്ലില് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് ഞാൻ നീയാകുന്നു നീ ഞാനാകുന്നു എന്ന് പറഞ്ഞ് തൊഴണ്ട, ഞാനും നീ ഒന്ന് തന്നെ, അതുകൊണ്ട് തൊഴണ്ട എന്നുള്ള വിചാരമാണോ എന്ന് എനിക്കറിയില്ല. ഈ CPM മന്ത്രിമാര് ആരും അമ്പലത്തിൽ പോയാൽ കൈ എടുത്തൊന്നും തൊഴില്ല. എന്താണ് പറ്റിപ്പോകുന്നതെന്ന് അറിയില്ല. അവര് കൈ ഒന്ന് തൊഴുതാൽ അവര് നിഷേധിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ എന്താണ്, അവിടെ കട്ടുമുടിക്കാൻ ഒരു കുഴപ്പമില്ല. ഒരാളുടെ പോസ്റ്റ് കണ്ടായിരുന്നു, ഈ നോക്കി നിൽക്കുന്നത് ഇനി ഇവിടെ എന്തെങ്കിലും കട്ടുമുടിക്കാനുണ്ടോ എന്ന് നോക്കുകയാണ് സസൂക്ഷ്മം എന്നാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ കമന്റ്. അപ്പൊ അതുപോലെ CPM-ന്റെ കപടവാദങ്ങളാണ് എല്ലാം. അവരുടെ ആശയങ്ങളും എല്ലാം പറയാനും മറ്റുള്ളവരിൽ ആപ്ലിക്കബിൾ ആക്കാനും മാത്രമേ അവർ ശ്രമിക്കാറുള്ളൂ. സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ അവർക്ക് യാതൊരു താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് അത്. പെൺകുട്ടി ഇന്നലെ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചിട്ട് പോലും പോലീസ് കാര്യമായിട്ടുള്ള നടപടിയൊന്നും എടുത്തില്ല. ഇനി പറയുന്നത് പ്രതിപക്ഷ നേതാവ് കേൾക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട് ആ പ്രസംഗത്തിൽ. പ്രതിപക്ഷ നേതാവ് ഇത് കാണണം, എന്നെ സഹായിക്കണം എന്നുൾപ്പെടെയുള്ളത് നോക്കണം. ഒരു CPM-ന്റെ നേതാവിന്റെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ മകളാണ് പറയുന്നത്. അവരുടെ പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാനത്ത് ഭരിക്കുകയാണ്. ആ ഒരു സ്ഥലത്താണ് ആ പെൺകുട്ടി പറയുന്നത്, പ്രതിപക്ഷ നേതാവ് ഇത് കേൾക്കണം, എന്നെ സഹായിക്കണം എന്നുൾപ്പെടെ ഒരു പ്രതിപക്ഷ നേതാവിനോട് കേണ് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് എന്താ പറയുക, കോടതിയുടെ ഒക്കെ മുന്നിലിരിക്കുന്ന വിഷയം കൂടിയാണ്. അപ്പോൾ ഇന്നലെ വന്ന് വളരെ ഗൗരവമായിട്ടുള്ള, അതീവ ഗൗരവമായിട്ടുള്ള ഒരു ചില വെളിപ്പെടുത്തലുകളാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അതിലുപരിയായിട്ട് ആ പെൺകുട്ടി, ആ അവസ്ഥ വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയാണ് പെൺകുട്ടി കടന്നു പോകുന്നത്. അപ്പോൾ ഒരു 2 പേര് അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട് ഒന്നിച്ച് ജീവിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ യുവാവ് ആ പെൺകുട്ടിയെ നോക്കാൻ, അതിനെ ശേഷിക്കുന്ന കാലത്തോളം അതിനെ നോക്കാം, സംരക്ഷിക്കാം എന്ന ആ യുവാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താല്പര്യപ്പെടുന്നുണ്ട്, അത് അറിയിക്കുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ ആ പെൺകുട്ടി അവിടെ ഇങ്ങനെ ഇട്ട് ഇപ്പോൾ എത്ര കാലം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയിട്ട് അതിനെ നരകിപ്പിക്കാതെ ഒരു ജീവിതം ഇനി ഉണ്ടാകുമെങ്കിൽ, അതിന് ഒരു യുവാവ് താല്പര്യപ്പെട്ട് വരുന്നുണ്ട് എങ്കിൽ അല്ലേ അത്തരത്തിലുള്ള ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു. ഈ കിടപ്പിലായ അവസ്ഥയിൽ എത്തിയത് എങ്ങനെയാണെന്നുള്ളതും കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കും. ഈ തുടങ്ങുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടി കിടപ്പിലായതിനു ശേഷം ഉണ്ടായ ഒരു പ്രണയബന്ധമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് യുവാവ് കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറത്. അപ്പോൾ അതിന് തയ്യാറാവുക, അല്ലെങ്കിൽ അതിനെ സമ്മതിക്കുക, അനുവാദം കൊടുക്കുക എന്ന ഒരു സാമാന്യമായിട്ടുള്ള ഒരു പാർട്ടിയുടെ അവരുടെ ഇതൊക്കെ ഉണ്ടല്ലോ, ജാതിഭേദം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അവര് കൊട്ടിഘോഷിക്കുന്നതല്ലേ. അപ്പോൾ അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്തത് അങ്ങേറ്റം എന്താ പറയുക, രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടും ഒക്കെ നോക്കുമ്പോൾ ശരിയായ ഒരു കാര്യമല്ല. ഒപ്പം ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് അതീവ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അത് പോലീസ് അത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ചിലപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനാണ് സാധ്യത.